ഹലോ, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് നല്ല പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. പോണത് വൈകുന്നേരം ടൈമിലാട്ടോ. അപ്പോൾ 7 മണിക്ക് പോകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോണത് ബജാജത്തെ ഏട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിട്ട് ഞങ്ങൾ വയനാട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അതിലത്തെ 2 ഫാമിലി ഉണ്ട്, അവരെ കൂടെയായിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ അതിലത്തെ ഒരു ഫാമിലി എൻ്റെ പാപ്പനും എൻ്റെ മേമേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 7ാം മാസത്തിൽ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല മഴ ഉണ്ടെച്ചാൽ എന്താ ചെയ്യുക, കുറച്ച് ചിലപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംസാരിക്കാം. ഡ്രസ്സ് ഇടാത്തതുകൊണ്ട് അവന് നല്ല തണുക്കുണ്ട് തോന്നുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ മാറുന്നുണ്ട്. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയിട്ട് വേറെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ ഒരു ധാവണിയുടെ ലിങ്ക് ഉണ്ടോയെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടോ. അപ്പോൾ ഈ ധാവണി ഞാൻ കടയിൽ നിന്ന് എടുത്തതാണ്, അതുകൊണ്ട് ലിങ്ക് ഇല്ല കേട്ടോ. ഇതിൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ധാവണിയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പാവാടിയും ടോപ്പ് പോലെ ഇട്ടതാട്ടോ. അപ്പോൾ അത് എങ്ങനെ രസം ഉണ്ട് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ധാവണിയാണോ രസം, ഇത് ഇങ്ങനെ ഇടണമാണോ രസം എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രോ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ വലിയ സുഖം ഉണ്ടായില്ല. അതായത് ഞാൻ അതിൻ്റെ വോയിസ് ആഡ് ചെയ്യാൻ പിന്നെ അങ്ങനെ എൻ്റെ കഴിഞ്ഞു. വിവിയുടെ പിന്നെ അമ്മ റെഡിയാക്കും വിവീനെ. ഏട്ടൻ പിന്നെ പൗഡറൊക്കെ ഇട്ട് സുന്ദരനാവട്ടെ. പൗഡറല്ല, ഫെയർ ലവ്ലി ഇട്ടായിട്ട് യൂസ് ചെയ്യുക. ഫെയർ ലവ്ലിയൊക്കെ എപ്പോഴും യൂസ് ചെയ്യണവരുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനത്തെ ക്രീമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക്, പൊട്ട്, കൺമഷി ഇത് അനിയനെ അണച്ചാലും വിഷ്ണുവേട്ടനെ അണച്ചാലും വൈഷ്ണവേട്ടനെ അണച്ചാലും നല്ല അത്യാവശ്യം സ്കിൻ കെയർ ഒക്കെ നോക്കൂട്ടോ. പക്ഷെ ഞാൻ ഇവരെ 3 ഓപ്പോസിറ്റാണ്. ഞാൻ തീരെ നോക്കില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഗോപി പൊട്ട് നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഡാൻസിനൊക്കെ നമ്മൾ കൂടുതൽ വെക്കുക. അപ്പോൾ ഞാൻ അത് മേടിച്ചിട്ട് കുറേ ചെയ്യുക. അപ്പോൾ 2 വട്ടപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ണാടി നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഹാളിക്ക് വന്നപ്പോൾ വിവി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. വിവിക്ക് മനസ്സിലായി ഞങ്ങൾ എങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ ഞാനും അപ്പുറത്തിരിക്കണം, ഏട്ടനും ഇപ്പുറത്തിരിക്കണം കേട്ടോ. അവന് ഇല്ല ഞങ്ങൾ കൊണ്ടുപോകാതെ പോയാലോ വെച്ചിട്ട് അവൻ അങ്ങനെ പേടിച്ചിരിക്കുക കേട്ടോ. പിന്നെ അവരിവിടെ എത്താറായി പറഞ്ഞിട്ട് ഇറങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തേക്ക് അണച്ചാലും നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ കുട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഗുരുവായൂർ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടെച്ചാൽ കുട പിടിക്കാലോ വെച്ചിട്ട് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഞാൻ പിന്നെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത് ചെക്കൻ അവന് ഉറങ്ങേണ്ട ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുറുമ്പുണ്ടായിരുന്നു കേട്ടോ വിവിക്ക്. പിന്നെ വണ്ടി കയറിയപ്പോൾ അവിടേക്ക് പോയപ്പോൾ അവ ഉറങ്ങി. പിന്നെ അവിടെ എത്തിയിട്ടും അവന് രാത്രി ഇങ്ങനെ കറക്റ്റ് ടൈമിൽ അവ ഉറങ്ങുക അങ്ങനെ കേട്ടോ. ഈ വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് വിഷ്ണുവേട്ടനാട്ടോ. അപ്പോൾ നമ്മളെ സഞ്ജുവേട്ടൻ്റെ കുട്ടിയാണ്. സഞ്ജുവേട്ടൻ നമ്മളെ കിച്ചുവിൻ്റെ മാനേജറാണ്. അവളേനെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവളാച്ച വിഷ്ണുവേട്ടൻ മൈൻഡ് ചെയ്യണില്ലേ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തിയപ്പോൾ നല്ല തിരക്ക്. നമ്മൾ രാവിലെ പോയ ഒരു ഇതുണ്ടാവില്ല, അതേപോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തൊഴാൻ പറ്റില്ല, നട അടച്ചിട്ടുണ്ടാവും വിചാരിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തി. നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വിവിക്ക് ഇങ്ങനെ ലേറ്റ് കണ്ടപ്പോൾ നോക്കിയിരിക്കേണ്ട വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗുരുവായൂർ എത്തിയ മുല്ലപ്പൂ അത് നിർബന്ധമാണല്ലോ അല്ലേ. പിന്നെ സെറ്റ് സാരി, ധാവണി അങ്ങനെയൊക്കെ ആവുമ്പോൾ മുല്ലപ്പൂ ചില രസം ഉണ്ടാവുമല്ലോ. അപ്പം ഞാനീ ഒരു റെഡ് മുല്ലപ്പൂം കൂടിയിട്ട് ആ റെഡ് ഫ്ലവർ ഇല്ലേ അത് കൂടിയിട്ടുള്ള കേട്ടോ മേടിച്ച്. ആ ഒരു ഫ്ലവർ പ്ലാസ്റ്റിക് ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുല്ലപ്പൊക്കെ വെച്ച് ഞാൻ അങ്ങനെ മുടി കെട്ടലില്ല, അങ്ങനെ മുടഞ്ഞിട്ടിട്ടൊന്നും അങ്ങനെ ഞാൻ കെട്ടലില്ല കേട്ടോ. അപ്പം ഒന്ന് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടി നോക്കിയത് രസം ഉണ്ടോ എന്ന് കെട്ടി നോക്കിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുക ചെയ്ത്. പിന്നെ അരങ്ങേറ്റം നടക്കുന്നുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ 2 അരങ്ങേറ്റം ഇവിടെയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ പറയായിരുന്നോട്. അവിടെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലാട്ടോ. അങ്ങനെ ഡ്രസ്സിങ്, മേക്കപ്പ്, ആ ഒരു മുടി കെട്ടുമ്പോൾ നല്ല വേദനയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് അവർക്ക് അത് മുടി ഊരുമ്പോൾ ഉണ്ടാവും, അവർക്ക് ഭയങ്കര ഇതാവും, നല്ല സുഖം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. നല്ല ടൈറ്റിലല്ലേ കെട്ടുക. പിന്നെ വിവീനെ കൊണ്ട് ഇങ്ങനെ തൊഴാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ഞാൻ കൈ പിടിക്കുമ്പോൾ അവൻ കൈ തട്ട് ചെയ്യണം, ഞാൻ എന്താ കാട്ടണെന്ന് വെച്ചിട്ടോ. പിന്നെ അവിടെ ഇങ്ങനെ ലേറ്റ് കണ്ടിട്ട് വിവി നോക്കുന്നുണ്ട്. വിവിന് അപ്പം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്ന് പായസം കിട്ടുമോ നോക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തലും കൗണ്ടർ അടയ്ക്കലും ഒരേ ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഫീലായി അത്. പിന്നെ വൈകുന്നേരം അമ്പലത്തേക്ക് പോവുക അത് ഭയങ്കര ഒരു ഫീലല്ലേ. ഇപ്പം നമ്മൾ രാവിലെ പോയാലും കൂടുതൽ നമുക്ക് വൈകുന്നേരം പോകുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഞാനച്ച ഗുരുവായൂർക്ക് വൈകുന്നേരം ഇങ്ങനെ അരങ്ങേറ്റത്തിൻ്റെ ടൈമിലും പിന്നെ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഞാൻ 7 മാസമായിരിക്കുമ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ഇതിലാട്ടോ ഞാൻ പോയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് റൂം എടുത്ത് നിന്നിട്ട് അങ്ങനെ ഒരു ദിവസം വരണം. അതിന് കുറേ കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹം കേട്ടോ, അവിടെ ഗുരുവായൂർ റൂം എടുത്തേക്കണമെന്ന്. പിന്നെ ഇങ്ങനെ ആനയുടെ പുറത്ത് ഇങ്ങനെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ 4 പുറം ചുറ്റിലോ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അങ്ങനെ പോരാൻ നേരത്തേക്ക് ചെറിയ രീതിക്ക് ഒരു ചാറലുണ്ടായിരുന്നു. അപ്പോൾ വിവീനെ കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ ആ ഒരു ഷീറ്റിൻ്റെ അടിയിൽ കൂടെ ആട്ടെ നടന്ന്. അപ്പോൾ ഇത് റീലെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി നടന്നാണേ. പിന്നെ എൻ്റെ ക്യാമറമാൻ വിഷ്ണുവേട്ടനായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം വീഡിയോ എടുക്കാൻ കേട്ടോ. ഏട്ടന് പെട്ടെന്ന് ഏട്ടൻ ബാഗൊക്കെ പിടിക്കണോണ്ട് ഏട്ടനും അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ നല്ല വ്ളോഗൊക്കെ എടുക്കണം വിചാരിച്ചായിരുന്നു. പിന്നെ അതാ കുളം, ഗുരുവായൂരൊക്കെ ഭയങ്കര ഒരു വൈബുള്ള സ്ഥലമല്ലേ.
പിന്നെ ഗുരുവായൂർക്ക് പോയി അന്ന് വിവി വിഷ്ണുവേട്ട എടുത്ത കരയായിരുന്നു കേട്ടോ. അതെന്താ അറിയില്ല, വിവി അവന് ഞാൻ തന്നെ എടുക്കണം അങ്ങനെ ഒരു വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് വിവിനെ ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മാത്രമേ വിഷ്ണുവേട്ടന് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അവൻ കരയായിരുന്നു, അവൻ എന്നെ കണ്ട കരയുക. ഒന്നാമത് എൻ്റെ പാപ്പനെ ഇടയ്ക്കിടയ്ക്ക് അവനെ പോയിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അവന് ഒന്നാമത് അതാട്ടോ, എൻ്റെ പാപ്പൻ ബജാജിൽ തന്നെ വർക്ക് ചെയ്യും. പാപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഏജിലുള്ള ആളാ വിചാരിക്കില്ല. അപ്പം ഏജിലുള്ള ആളല്ല, വിഷ്ണുവേട്ടൻ്റെ ഏജാട്ടോ പാപ്പനും. തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പർച്ചേസിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ രുദ്രാക്ഷത്തിൻ്റെ ഒക്കെ മേടിക്കുക, ഇത് ഇടാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പീരീഡ്സ് ആവില്ല നമ്മൾ, അപ്പം അത് ഇടാൻ പറ്റില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു കൃഷ്ണനെ മേടിച്ചു കേട്ടോ. എനിക്ക് ആ ചത് ഭയങ്കര ഇഷ്ടമായി. 250-300 രൂപ ഉണ്ട്, പക്ഷെ 300 രൂപ തോന്നുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളത് മേടിച്ചു, നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഞാൻ പറയുക വീട്ടിലേക്ക് ഇങ്ങനെ ആദ്യമായിട്ട് മേടിച്ച സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇന്ന് പറയുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊരു കുഞ്ഞികൃഷ്ണന് രാധയും കൂടിയിട്ട് ഒരു ഊഞ്ഞാലിരുന്നിട്ട് ഇങ്ങനെ ആടുക, അങ്ങനെ ഇളകുണ്ട് സംഭവം അത് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് ഇങ്ങനെ പാദസരങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പ്രിയ ചേച്ചി പാദസരം എടുക്കുന്നുണ്ട്, ഞാനും പാദസരമല്ല, ഇങ്ങനെ ഒരു എവിലൈഡ് ഇങ്ങനെ ഉണ്ടാവുമല്ലോ, ഒരു മുത്ത് പോലെ സംഭവം, ബ്ലാക്ക് മുത്തിൽ അങ്ങനെ എടുത്തുട്ടോ. ഞാനത് മീഷോന്ന് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാൽമ കിട്ടിയ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് പോന്നിട്ട് ഫുഡ് കഴിക്കാൻ കയറിട്ടോ. ഞങ്ങൾ ഒരുപാട് ഹോട്ടൽ തിരഞ്ഞ് ലാസ്റ്റ് കിട്ടിയൊരു ഹോട്ടലാട്ടോ. ഹോട്ടലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഏകദേശം ഒരു 12 മണി ആ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു കിട്ടി ഹോട്ടലിൽ കയറിട്ടോ. അതാ വെച്ചാൽ ഫുഡ് ഭയങ്കര മോശം ഫുഡായിരുന്നു കേട്ടോ. ചിക്കനൊക്കെ ഒരു പഴയ ചിക്കൻ്റെ ടേസ്റ്റും അങ്ങനെ ഒരു ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ കുറേ കട നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൂഗിളിലും നമ്മൾ സെർച്ച് ചെയ്യാലോ നല്ല കടയൊക്കെ നോക്കിയിട്ട്, അങ്ങനെയൊക്കെ നോക്കിയിട്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഉണ്ണി ഉണ്ടല്ലോ, അവൾക്ക് 2 മണിയൊക്കെ ആയില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വിവി ഇങ്ങനെ ചെറിയ രീതിക്ക് അലമ്പ കാട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനെ വിവീനെ വേഗം ഉറക്കിയിട്ട് ഞങ്ങൾ വേഗം കടന്നു. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണേണ്ട വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബായ്. പോലെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ട് പോവാട്ടോ.